സൈലം ലേണിംഗ് അനറ്റമിസ് ആണ്. അപ്പം നിങ്ങൾക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു ചെറിയൊരു ഭാഗമാണ് ഇന്ന് മിസ് പഠിപ്പിച്ചു തരാൻ പോകുന്നത്. അപ്പം നമുക്ക് എല്ലാവർക്കും ആഹാരം കഴിക്കാൻ ഇഷ്ടമല്ലേ? അപ്പോൾ എൻ്റെ മുന്നിലിരിക്കുന്ന നമ്മുടെ 1ാം ക്ലാസ്സിലെ മക്കളോട് മിസ് ചോദിക്കുവാണ്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ആഹാരം എന്താണ് എന്ന്. ചില മക്കൾ പറയും എനിക്ക് ദോശ ഇഷ്ടമാണ്, ചിലർ പറയും എനിക്ക് ചോറ് ഇഷ്ടമാണ്, ചിലരെന്താണ് ഈ പറയുന്ന കുറച്ച് അൽഫാമോ ഷവർമ അങ്ങനെ വലിയ വലിയ കാര്യങ്ങളൊക്കെ പറയും. ചില മക്കൾ പറയും മിസ് എനിക്ക് കപ്പ ഇഷ്ടമാണ് അല്ലെങ്കിൽ ചക്ക ഇഷ്ടമാണെന്നൊക്കെ പറയും. പക്ഷെ മക്കൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ഭക്ഷണമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? ഇപ്പം നമുക്കൊരു ഉദാഹരണം പറയുവാണെങ്കിൽ, നമുക്ക് വിശക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ ആരെ വിളിക്കുന്നത്? അമ്മയെ എന്ന് വിളിക്കൂലേ? അമ്മേനോട് പറയും അമ്മയെ എനിക്ക് വിശക്കുന്നു എന്ന് പറയും. അപ്പോൾ അമ്മ എന്ത് ചെയ്യും? അടുക്കളയിൽ പോയിട്ട് അവിടെ എന്താണോ ഉള്ളത് അത് നമുക്കൊരു പാത്രത്തിലാക്കി നമുക്ക് കൊണ്ടുതരും. പക്ഷെ മക്കൾ ഒരിക്കലെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഈ ഭക്ഷണങ്ങളൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന്? ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ എല്ലാവർക്കും ദോശ ഇഷ്ടമാണല്ലോ. ഈ ദോശ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? യെസ്, നമ്മൾ ചുട്ടെടുക്കുവാണ് അല്ലേ? അതേസമയം ഈ മോരൊക്കെ ഇഷ്ടമാണോ അല്ലെങ്കിൽ ജ്യൂസൊക്കെ ഇഷ്ടമാണോ? ഇതൊന്നും നമ്മൾ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് എല്ലാം കൂടി ഒന്ന് കൂട്ടിയിട്ട് നമുക്ക് എന്ത് തരും? യെസ്, നമ്മുടെ അമ്മ ഒരു ഗ്ലാസ്സിലാക്കി നമുക്ക് തരുവാണ്. ഇനി അതേസമയം ഇഡലിയൊക്കെ ആവിയിൽ ചുട്ടെടുക്കുന്നതാണ് അല്ലേ? അപ്പം നമുക്ക് പറയാൻ പറ്റും ഈ ഭക്ഷണങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് പല വിധമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓരോ രീതിയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെ അതിന് വേറെയും ചില എക്സാമ്പിൾസ് ഒക്കെ ഒന്ന് നോക്കിയാലോ? അപ്പോൾ ഏറ്റവും ആദ്യം നമുക്ക് എന്ത് നോക്കാം മക്കളെ? ചുട്ടെടുക്കുന്ന ആഹാരങ്ങൾ ഏതൊക്കെയാണ് എന്ന് നമുക്ക് നോക്കാം. ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ പത്തിരി ചുട്ടെടുക്കുവല്ലേ, അതുപോലെ തന്നെ പൊറോട്ട ചുട്ടെടുക്കുവാണ്, ദോശ ചുട്ടെടുക്കുവാണ്. അപ്പോൾ ചുട്ടെടുക്കുന്ന ആഹാരങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചോദിക്കുവാണെങ്കിൽ മക്കൾക്ക് ഈ പറയുന്ന ഓട്ടട, പത്തിരി, ദോശ, ചപ്പാത്തി, പൊറോട്ട ഇവയൊക്കെ നിങ്ങൾക്ക് പറയാൻ വേണ്ടി പറ്റും. ഇനി ചുട്ടെടുത്ത് മാത്രമാണോ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്? അല്ല, വേവിക്കാതെയും നമ്മൾ ഭക്ഷണം കഴിക്കുന്നുണ്ട്. വേവിക്കാത്തവയും ഇങ്ങനെ പലതുണ്ട്. ഏതൊക്കെയാണ്? യെസ്, മോര്, തൈര്, സർബത്ത്, ജ്യൂസ്, സാലഡ് ഇവയൊക്കെ എന്താണ്? നമ്മൾ വേവിക്കാതെ തന്നെ നമ്മൾ എന്താണ് കഴിക്കുന്നതാണല്ലേ? അപ്പോൾ ഇവിടെ ഇതാ നിങ്ങൾക്ക് തൈരിൻ്റെയും ജ്യൂസിൻ്റെയും അതുപോലെ തന്നെ എന്താണ് സാലഡിൻ്റെയും ഒക്കെ ചിത്രം ഇവിടെ തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വേറെ നോക്കിയാലോ? ആവിയിൽ വേവുന്ന ആഹാരങ്ങൾ. യെസ്, നമ്മുടെ പുട്ട് എങ്ങനെയാണ്? ആവിയിൽ വേവുന്നതാണ്. അതുപോലെ തന്നെ എന്താണ്? ഇലയട, അതുപോലെ തന്നെ കൊഴുക്കട്ട, കുമ്പിളപ്പം, നൂലപ്പം, ഇഡലി ഇവയൊക്കെ ആവിയിൽ വേവുന്ന ഭക്ഷണങ്ങളാണ് എന്ന് മക്കൾ നോട്ട് ചെയ്യുക കേട്ടോ. ഇനി അത് മാത്രമാണോ? ചിലതൊക്കെ നമ്മൾ വറുത്തെടുക്കും. നമ്മുടെ ഉണ്ണിയപ്പമൊക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്? യെസ്, തിളച്ച എണ്ണയിലിട്ടിട്ട് നമ്മളിങ്ങനെ വറുത്ത് കോരുവാണ് അല്ലേ? അതുപോലെ പഴംപൊരി എല്ലാവർക്കും ഇഷ്ടമല്ലേ? പഴംപൊരി ഇതുപോലെ തന്നെ നമ്മൾ വറുത്തെടുക്കുന്ന ആഹാരമാണ്. അപ്പോൾ എന്തൊക്കെയാണ്? ഉണ്ണിയപ്പം ഉണ്ട്, അച്ചപ്പം, ബോണ്ട, പഴംപൊരി, ഉള്ളിവട ഇവയൊക്കെ നമ്മൾ വറുത്തെടുക്കുന്ന ആഹാരങ്ങളാണ്. ഇപ്പം മക്കൾക്ക് ഒരു കാര്യം മനസ്സിലായില്ലേ? നമ്മളിങ്ങനെ ചുമ്മാ ഇരുന്ന് നമ്മുടെ വീട്ടിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ അമ്മ നമുക്ക് കൊണ്ടുതരുന്ന ഭക്ഷണങ്ങളൊക്കെ ഇന്ന് മക്കൾ കഴിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഇതെങ്ങനെയാണ് ഉണ്ടാക്കിയത്? ഇത് വറുത്തെടുത്തതാണോ അല്ലെങ്കിൽ ഇത് ചുട്ടെടുത്തതാണോ അല്ലെങ്കിൽ ഇത് ആവിയിൽ വെച്ചതാണോ എന്നൊക്കെ മക്കൾ എന്ത് ചെയ്യുക? ഒന്ന് ആലോചിച്ച് നോക്കിയിട്ട് പറയണം കേട്ടോ. എന്നിട്ട് അമ്മേനോട് പറഞ്ഞു കൊടുത്താൽ മതി. അപ്പോൾ ഇന്നത്തെ ക്ലാസ് എൻ്റെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് മിസ് വിശ്വസിക്കുന്നു. അപ്പോൾ എനിവേ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ 1ാം ക്ലാസ്സിൽ പഠിക്കുന്ന മറ്റ് മിടുക്കന്മാർക്കും മിടുക്കികൾക്കും അയച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ എനിവേ നമുക്കിനി അടുത്ത ദിവസം വീണ്ടും കാണാം. ആദ്യം വരെ ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ ബൈ.